This call is now being recorded. Okay. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് വെച്ചാൽ നമ്മളെ ലാസ്റ്റ് സെഷൻ ആണ്. ഫിഫ്ത്ത് മോഡ്യൂളിന്റെ ലാസ്റ്റ് സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമ്മളെ ഫിഫ്ത്ത് മോഡ്യൂളിൽ അപ് ടു ദിസ് ടൈം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടൊന്നും പഠിച്ചിട്ടില്ല അല്ലേ. ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ്, അതിന്റെ വർക്കിംഗ്, അതിന്റെ കൺസ്ട്രക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല അഞ്ചാമത്തെ മോഡ്യൂളിൽ. അഞ്ചാമത്തെ മോഡ്യൂളിൽ ജനറൽ ആയിട്ടുള്ളത് പല പല ടൈപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഇൻസ്ട്രുമെന്റ്സിന്റെ ടൈപ്പ്, അതേപോലെ ട്രാൻസ്ഡ്യൂസർ അതിന്റെ ടൈപ്പ്, പിന്നെ എന്തൊക്കെയാണ് സ്റ്റേജസ്, ജനറലൈസ്ഡ് മെഷറിംഗ് സിസ്റ്റത്തിന്റെ. അതായത് അഞ്ചാമത്തെ മോഡ്യൂളിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റിനെ പറ്റി പഠിക്കാനില്ല. ഇൻസ്ട്രുമെന്റിന്റെ ടൈപ്പ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെയാണ് പഠിക്കാനുണ്ടായത്. നേരെ മറിച്ച് ആറാമത്തെ മോഡ്യൂളിൽ നമ്മൾ എത്തുമ്പോഴേക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അതാണ് 5-6 മോഡ്യൂളും തമ്മിലുള്ള വ്യത്യാസം. അഞ്ചാമത്തെ മോഡ്യൂൾ പെട്ടെന്ന് തീരും. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ലാസ്റ്റ് സെഷനിലേക്ക് പോവാം. നമ്മളുടെ ഫിഫ്ത്ത് മോഡ്യൂളിന്റെ ട്രാൻസ്ഡ്യൂസർ ഒക്കെ ഇന്നലെ നമ്മൾ നോക്കി കഴിഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്കുള്ള അടുത്ത ടോപ്പിക് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ അഥവാ ട്രാൻസ്ഡ്യൂസർ എന്നും പറയാറുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഹെഡിങ്ങിൽ കാണാൻ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നാണ് അല്ലെ. അതിന് നമ്മൾ വേറെ രീതിയിലും പറയാം. ഈ ടീക്ക് 2 അർത്ഥങ്ങളുണ്ട്. ഒന്നുകിൽ ട്രാൻസ്ഫോമർ എന്നും പറയാം, ഓർ അതർവൈസ് നമുക്ക് ഇതിനെ ഈ ടി ഫുൾ ഫോം നമുക്ക് 2 തരത്തിൽ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ. അപ്പൊ ചില ടെക്സ്റ്റിന്റെ അകത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ എന്നായിരിക്കും ഉണ്ടാവുക, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ, അതാണ് LVDT എന്ന് പറഞ്ഞിട്ടുണ്ടാവും. or sometimes it may be written as linear variable differential transducer. So അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തും വന്നു കഴിഞ്ഞാൽ LVDT എന്നുള്ള ഒറ്റ വാക്കാണെന്ന് മനസ്സിലാക്കുക. അത് ഒരു പെർട്ടിക്കുലർ ഈ ഒരു എക്യുപ്മെന്റിനെ പറ്റിയിട്ടുള്ള ക്ലാസ് തന്നെയാണ് നമ്മൾ LVDT എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. LVDTയുടെ അതിൻ്റെ അകത്ത് പോയി എടുക്കാം. സോ ട്രാൻസ്ഫോമർ അല്ലെ ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് നമുക്കറിയാം. എന്താ ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സാധനമാണ് ട്രാൻസ്ഡ്യൂസർ. അതേപോലെ തന്നെ ട്രാൻസ്ഫോമർ എന്താണെന്ന് നമുക്കറിയാം. ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ എന്താ, ഒരു ചെറിയൊരു വാല്യൂവിനെ ഒന്നുകിൽ വലിയൊരു വാല്യൂ ആക്കിയിട്ട് കാണിക്കുക, കൺവേർട്ട് ചെയ്യുക, ഓർ അതർവൈസ് വലിയ വാല്യൂവിനെ ഒരു ചെറിയ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത അല്ലെ. നമ്മളെ വീട്ടിലൊക്കെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് എന്തിനാ? ഒന്നുകിൽ സബ്സ്റ്റേഷനിലൊക്കെ ഉപയോഗിക്കുന്ന വെച്ചാൽ വലിയ വാല്യൂവിനെ ചെറിയ വാല്യൂവിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ലൈനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ വീടിന്റെ ഭാഗത്തും ഒക്കെ ട്രാൻസ്ഫോമർ ഉണ്ട്. ഇതൊക്കെ എന്താണ്, ആ 11 kV ലൈനിനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ 230 വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളെ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ്. അതേപോലെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. അപ്പൊ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അതിൻ്റെ അകത്തുള്ളത് എന്താ, പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്. അതാണല്ലോ നമ്മൾ ഇത്രയും കാലം പഠിച്ച ട്രാൻസ്ഫോമറിൻ്റെ അകത്ത്. ബേസിക്കലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 വൈൻഡിങ്സ്. ഓക്കെ, 1 winding is called as primary winding and the other one is called as secondary winding. And based upon the winding characteristics നമുക്ക് ഇതിനെ പറയാം, ഒന്നുകിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെന്നും അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്നും. നമുക്ക് അങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞോണ്ടത് അല്ലെ. ഒരു സൈഡ് കുറച്ച് വൈൻഡിങ് ഉള്ളൂ എന്നായിരിക്കും, മറ്റേ സൈഡ് കൂടുതൽ വൈൻഡിങ് ഉണ്ട് എന്നായിരിക്കും. പ്രൈമറി സൈഡ് കുറവും മറ്റേ സൈഡ് കൂടുതൽ, സെക്കൻഡറി സൈഡ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇതിനെ പറയും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയും. അതേസമയം പ്രൈമറി സൈഡ് കൂടുതലും സെക്കൻഡറി സൈഡ് കുറവും വൈൻഡിങ് ആണുള്ളെങ്കിൽ നമ്മൾ അതിനെ പറയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയും. സോ ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ മൈൻഡിലേക്ക് ഓടി വരാൻ
ഇറ്റ്സ് ഓൾ അബൌട്ട് എ വൈൻഡിങ്, മൊത്തത്തിലുള്ള വൈൻഡിങ്ങിന്റെ കാര്യത്തിനെ പറ്റിയിട്ടാണ്. അഥവാ കോയിൽ സ്ട്രക്ചർ എന്നൊക്കെ പറയും അല്ലെ. കോയിലായിട്ട് നിൽക്കുന്ന സ്ട്രക്ചർ, വൈൻഡിങ്, കോയിൽ, ഇങ്ങനെയൊക്കെയാണ് സ്പെസിഫൈ ചെയ്യാറ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഇറ്റ് സെൽഫ് നമ്മൾ LVDTയും അങ്ങനെ തന്നെയാണ് ഇതാക്കിയിട്ടുള്ളത്, എന്താണെന്നുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. സോ ഇതിന്റെ ജനറൽ ലേ ഔട്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. ബേസിക്കലി ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ടിപ്പ് ഉണ്ട്, അഥവാ ദിസ് വിൽ ബി ദ സെൻസിങ് എലമെന്റ് അല്ലെ, ഒരു സെൻസിങ് എലമെന്റ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് എ ലോങ് ഷാഫ്റ്റ്, ഒരു മൂവബിൾ ആയിട്ടുള്ള ഷാഫ്റ്റ് ഈ സെൻസിങ് എലമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ദെൻ വാട്ട് വി ഹാവ് ഇസ് എ സ്പ്രിങ്. ഇത് കോയിൽ അല്ല, സ്പ്രിങ് ആണ്. സ്പ്രിങ് എന്തിനായിരിക്കും വെച്ചിട്ടുണ്ടാവുക? ഇതിനെന്തെങ്കിലും ടിപ്പ് ഇപ്പം ഇൻവേർഡ് പോയി തിരിച്ച് റിട്ടേൺ ഒരേ പൊസിഷനിലേക്ക് തന്നെ വന്നു നിൽക്കാനായിരിക്കും നമ്മൾ സ്പ്രിങ് യൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. പിന്നെ ഉള്ളതാണ് നമ്മളുടെ കോർ പാർട്ട്, അതാണ് പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ. വി ഹാവ് 1 പ്രൈമറി കോയിൽ ആൻഡ് 2 സെക്കൻഡറി കോയിൽസ്. നിങ്ങൾക്ക് ഇവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, there is in total 1 primary coil that is situated at the center of the machine, and at the same time there are 2 windings of secondary coil, and after that the middle portion, നമ്മൾ ഈ ഷാഫ്റ്റിന്റെ കൂടെ കിടക്കുന്ന ആ മിഡിൽ പോർഷനെയാണ് നമ്മൾ കോർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു കേബിള്, ഔട്ട്പുട്ട് റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കേബിളും കാര്യങ്ങളൊക്കെ. ഇപ്പം തന്നെ ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടാവും എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ സാധാ ട്രാൻസ്ഫോമറിന്റെ പോലെ തന്നെയുള്ള വർക്കിംഗ് തന്നെയാണ്. നമ്മളെ ഫാരഡേസ് ലോസ് ഒക്കെ നമുക്കറിയാം. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പൊ അധികം നമ്മൾ അറിയാത്ത ഒരു പുതിയൊരു ചാപ്റ്ററോ ഏരിയ ഒന്നല്ല, നമുക്ക് അറിയുന്ന സാധനം തന്നെയാണ്. പ്രൈമറി കോയിൽ ഉണ്ട്, സെക്കൻഡറി കോയിൽ ഉണ്ട്, ദർ ഈസ് എൻ കോർ. സോ നമുക്കറിയാം പ്രൈമറി സെക്കൻഡറി ഒന്നും ഇല്ലാണ്ട് തന്നെ ഇതിന്റെ ഉള്ളില്, ഒരു കോയിലിന്റെ ഉള്ളില് നമ്മളൊരു കോർ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കോയില് എന്നിട്ട് നമ്മൾ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മളെ ഫാരഡേസ് ലോസിന്റെ അകത്തൊക്കെ പഠിക്കുന്ന സാധനം തന്നെയാണ്. അപ്പൊ സെയിം മെത്തേഡാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് അതിന്റെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമേ, ഇതിന്റെ കുറച്ചുകൂടെ വൃത്തിക്കുള്ള ഫിഗർ, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരക്കേണ്ട ഫിഗർ ഞാൻ അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ഈ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ അഥവാ ട്രാൻസ്ഡ്യൂസർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ഈസ് എ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. പ്രൈമറി ട്രാൻസ്ഡ്യൂസർ മീൻസ് എന്ത്? പ്രൈമറി ട്രാൻസ്ഡ്യൂസറും സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെക്കാനിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരുന്നു പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ആൻ ഇൻപുട്ട് റേഞ്ച് ഫ്രം 2 to 400 mm. 2 mm തൊട്ട് 400 mm വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മളുടെ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ. പിന്നെ LVDT വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വേരിയേഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇതാണ് നമുക്ക് അറിയുന്നത്. +2 തൊട്ട് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് ഈസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഒരു ട്രാൻസ്ഫോമറിന്റെ ഉള്ളിലെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയിരുന്നു. സോ ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. +2 ബേസിലുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മളുടെ LVDT എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ നെക്സ്റ്റ് പേജ് തൊട്ടുള്ള ഫിഗർ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കാനും പോകുന്നത്. സോ ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തൊരു പേജിൽ ഒരു LVDTന്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓരോ സംഭവങ്ങളും. പ്രൈമറി കോയിൽ നോക്കിയേ. There is a coil and it has got some windings over it. After that the coil leads to the original position. Okay, അതിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. This side is input. Then after that right side we have secondary coils. Also ഞാൻ പറഞ്ഞു secondary coil എന്താ, 2 secondary coil നമുക്കുണ്ട്. We have got 2 secondary coils. So ആ ഔട്ട്പുട്ട് വരുന്ന സെക്കൻഡറി കോയിൽസിന്റെ
കൺസ്ട്രക്ഷൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ, അതിലാണ് ഇതിന്റെ മെയിൻ ട്രിക്ക് കിടക്കുന്നത്. സോ ഞാൻ ഇൻപുട്ട് ഞാനിപ്പം പ്രൈമറി കോയിൽ നമുക്ക് ഒറ്റന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. സെക്കൻഡറി കോയിലിലെ കൺസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം എ ഇറ്റ് ഗോസ് ടു ഫസ്റ്റ് വൈൻഡിങ്. നമുക്ക് ഇവിടെ കാണാം, we have first winding over here. Okay, after that first winding നമ്മൾ ഉടനെ തന്നെ അടുത്ത വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യല്ലേ, പകരം ഏറ്റവും ബോട്ടം പോർഷനിൽ പോയിട്ട് സെക്കൻഡ് വൈൻഡിങ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദ എൻഡ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് ബി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത്, നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം എ വി ഹാവ് മെയ്ഡ് എ കോയിൽ ദാറ്റ് ഈസ് S1. S1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് സെക്കൻഡറി കോയിൽ 1, അതാണ് ഉദ്ദേശിക്കുന്നത്, S1 കൊണ്ട്. സോ വി ഹാവ് സെക്കൻഡറി കോയിൽ 1 ആൻഡ് ആഫ്റ്റർ ദാറ്റ് immediately after this secondary coil 1 we are not starting the secondary coil 2 but we are taking it in a opposite way അല്ലേ. നോക്കിയേ, S1 സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മൾ അതിന്റെ എൻഡിലേക്ക് പോയി. എൻഡ് പോയിട്ട് we are winding it over in a opposite manner. Then we reached the point B. So എയും ബിയും നമ്മളിപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അടുത്തായിട്ടാണ് തോന്നുന്നത്. നേരെ മറിച്ച് ഫസ്റ്റ് തന്നെ സെക്കൻഡറി കോയിൽ 1, this is S1. After that we are not continuing with the secondary coil 2. എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കല്ല ചെയ്യുന്നത്. This is not the output. Instead of that, how we are managing, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ we have secondary coil 1 ഇവിടെ വന്നു. After that I am heading towards the end portion, then winding it over in opposite manner, then reaching to the final point. So A, B. This is the particularity of the secondary coil connection. LVDT-ന്റെ പെർട്ടിക്കുലാരിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ പെർട്ടിക്കുലർ കോയിലാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ സാധനങ്ങൾ പറഞ്ഞിരുന്നത്. ഈ ഒരു സാധനം കൺസ്ട്രക്ഷൻ ടൈമിൽ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. കാരണം ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിനെ പറ്റിയിട്ട് എന്ത് എഴുതിയിട്ടും ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ എല്ലാം എഴുതുന്നത് വെറുതെ ആവും, ബ്ലണ്ടർ ആയിപ്പോ. അപ്പൊ അതിനെക്കാട്ടി നല്ലത് ഈ സാധനങ്ങൾ മാത്രം, ഈ ഒരു ഒറ്റ പെർട്ടിക്കുലർ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എ തുടങ്ങി, എ കഴിഞ്ഞപാട് ബി തുടങ്ങുകയല്ലേ ചെയ്തത്. ആ വയറ് ഞാൻ ചുറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ട് വളഞ്ഞു മൂക്ക് പിടിക്കാന്നൊക്കെ പറഞ്ഞില്ലേ, ആ രീതിക്ക് വന്നിട്ട് ആണ് ഞാൻ ബിയിലേക്ക് എത്തിയത്. സോ ആ കൺസ്ട്രക്ഷൻ ഓക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഈസ് 1 core is provided in between the primary winding and secondary winding. There is a core. Core may be an iron piece, an iron rod, anything, a metallic rod. അതിനെയാണ് നമ്മൾ കോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Core is basically a metallic rod. Okay, that is movable. അതിനെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. This is the basic construction of an LVDT. So starting from the first point, let us look that it is one of the most popular type of displacement sensor. നമ്മൾ പറഞ്ഞു മോഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി എ ഡിസ്പ്ലേസ്മെന്റ് സെൻസർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. And also it has got linearity over a wide range of displacement. Linearity also we have discussed in characteristics. Linearity എന്ന് വെച്ചാൽ there is input and output. Also there is a specific proportional limit. For each input there is a corresponding linearly varying output. അപ്പോൾ അതിനെയാണ് നമ്മൾ linearity function എന്നൊക്കെ പറയുന്നത്. So this instrument has got good linearity functions. Okay. Next point is it works on the principle of നമുക്കറിയാം എന്താണ്, രണ്ട് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലൊക്കെ ഉണ്ടെങ്കിൽ
surely it will be working on the principle of mutual inductance, okay, between two coils with the displacement. So അത് നമുക്കറിയാം. So ആ പോയിന്റ് നമുക്ക് ഓക്കെ. നെക്സ്റ്റ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രൈമറി വൈൻഡിങ് ആൻഡ് ടു ഐഡന്റിക്കൽ സെക്കൻഡറി വൈൻഡിങ്. അപ്പൊ നമ്മളെ മെയിൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രൈമറി വൈൻഡിങ്, അതായത് ഓഫ് എ പ്രൈമറി വൈൻഡിങ് എന്ന് വെച്ചാൽ ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, ആൻഡ് ടു ഐഡന്റിക്കൽ സെക്കൻഡറി വൈൻഡിങ്. ഐഡന്റിക്കൽ മീൻസ് എത്രയാണോ ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ടേൺസ്, സെയിം നമ്പർ ഓഫ് ടേം ആയിരിക്കും രണ്ടാമത്തെ ഇതിൻ്റെ അകത്ത് ഉള്ളത്. അതേപോലെ തന്നെ S1 എന്തിനെ കൊണ്ടാണോ, ഏത് മെറ്റലിനെ കൊണ്ടാണോ ഉണ്ടാക്കുക, അത് തന്നെ ആയിരിക്കും S2 ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ. സോ ഇതിന്റെ നമ്പർ ഓഫ് വൈൻഡിങ്സും ഒക്കെ സെയിം ആയിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള ടു സെക്കൻഡറി വൈൻഡിങ്സ് ഓഫ് എ ട്രാൻസ്ഫോമർ wound over a tubular former and a ferromagnetic core. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഇറ്റ് ഹാസ് ഗോട്ട് എ കോർ, ഒരു മെറ്റാലിക് കോർ ആണ്. അതെന്ത് ടൈപ്പാണ്? ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള കോർ. ഫെറോ മാഗ്നറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, അയണുമായിട്ട് സാമ്യമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അതിൻ്റെ അകത്തും എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫെറോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഫെറോ മാഗ്നറ്റ് ഉണ്ട്, ഫെറി മാഗ്നറ്റ് ഉണ്ട്. അപ്പം ഫെറോ മാഗ്നറ്റിക് കോർ ആണ് നമ്മളിവിടെ വെക്കുന്നത്. അത് എന്ത് വെച്ചിട്ടാണ്? നിക്കൽ അയൺ അലോയ് വെച്ചിട്ടാണ്. നെക്സ്റ്റ്, ദ ടു സെക്കൻഡറി വൈൻഡിങ്. ഇതാണ് ഇതിന്റെ മെയിൻ പാർട്ട് ഞാൻ പറഞ്ഞു. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്യും. ദ ടു സെക്കൻഡറി വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. കണക്ട് ചെയ്തത് സീരീസിലാണ്, അതായത് ഒന്ന് കഴിഞ്ഞു അടുത്തത് തന്നെയാണ് തുടങ്ങുന്നത്. ബട്ട് സീരീസ് ഓപ്പോസിഷൻ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു വാക്കിന്റെ ആ ഒരു ടേം, പെർട്ടിക്കുലർ ടേം നമ്മൾ എഴുതേണ്ട ഇതാണ്. ദ ടു സെക്കൻഡറി വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഓപ്പോസിഷൻ. നമ്മൾ സീരീസിലാണ് കണക്ട് ചെയ്തത്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സീരീസ് ഓപ്പോസിഷൻ മീൻസ് വി ആർ കണക്ടിങ് ഇറ്റ് ഇൻ എ സീരീസ് മാനർ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതാണ് സീരീസ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം. സോ ദാറ്റ് ദ നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, ദ പ്രൈമറി വൈൻഡിങ് ഈസ് എക്സൈറ്റഡ് ബൈ 1 to 10 വോൾട്ട് റൂട്ട് മീൻ സ്ക്വയർ എന്നാണൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സാധാരണ നമുക്കൊരു പ്രൈമറി വൈൻഡിങ് നമ്മളൊരു ഇൻപുട്ട് നമ്മൾ എന്തായാലും കൊടുക്കും. അതിന്റെ വോൾട്ടേജ് റേഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻപുട്ട് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് എക്സൈറ്റേഷൻ എന്ന് വെച്ചാൽ അത് 50 Hz to 50 kHz ആണ്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇത് തന്നെയാണ്, ഫ്രീക്വൻസി റേഞ്ചാണ് 50 Hz എന്നൊക്കെ പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ മിക്കവാറും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഈ 50 Hz തന്നെയാണ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. സോ അതൊക്കെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള നെക്സ്റ്റ് പോയിന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ സീരീസ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞ വാക്ക് വിട്ടുപോകരുത്. വർക്കിംഗ് എങ്ങനെയാണുള്ളത് നോക്കാം. ഓക്കെ, അതിന് മുമ്പിട്ട് നമുക്ക് കുറച്ച് ആ ഫിഗറുമായിട്ട് നമ്മളൊന്ന് ഫുൾ സെറ്റായിട്ട് നിൽക്കണം. കാരണം ഫിഗറിൻ്റെ അകത്തുള്ള കുറച്ച് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഫിഗറൊക്കെ തന്നിട്ടുള്ളത്. സോ ഞാൻ ഇതിലേക്കും ഈ വർക്കിങ്ങിന്റെ ചാപ്റ്ററിലേക്കും മാറി മാറി വരുന്നുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. An alternating voltage input to primary coil, alternating electromagnetic force EMF are generated in secondary coil. നമ്മൾ പ്രൈമറി കോയിലിൽ ഒരു ഓൾട്ടർനേറ്റീവ് EMF കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ, പ്രൈമറി കോയിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെയുള്ളതാണ്. ഇത് മ്യൂച്വൽ ഇൻഡക്ടൻസ് നടത്തിയിട്ട് സെക്കൻഡറി കോയിലും ദർ വിൽ ബി ആൻ ഇൻഡ്യൂസ്ഡ് EMF അല്ലെ, ഇവിടെയും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കിയെടുക്കും. ബട്ട് എന്താ പ്രത്യേകത? നമുക്കറിയാം സെക്കൻഡറി കോയിൽ രണ്ടെണ്ണം ഉണ്ട്, S1 ആൻഡ് S2. പ്രൈമറി കോയിൽ ഒറ്റന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പേരിടുന്നില്ല. അപ്പം പ്രൈമറി കോയിൽ നമ്മൾ whenever we are exciting the primary coil there will be an induced EMF upon the secondary coil. അപ്പൊ സെക്കൻഡറി കോയിലിന്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും എന്നുള്ളതൊക്കെയാണ് നെക്സ്റ്റ് ഇതിനകത്ത് പറയുന്നത്. സോ സെക്കൻഡറി കോയിലിൽ നമുക്ക് ഇത് കിട്ടുമെന്ന് മനസ്സിലാക്കി.
next, when the core is in center of the secondary winding, a core എന്ന് പറഞ്ഞ മെറ്റാലിക് പാർട്ട്, ഫെറോമെറ്റാലിക് പാർട്ട്, when it is in center of the secondary winding, അത് കറക്റ്റ് മിഡിൽ പൊസിഷനിലാണ് ഉള്ളതെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്ങിന്റെ പേര് നമ്മൾ കൊടുത്തെന്താ S1 and S2. So two secondary windings are there, so we have provided S1 and S2. The induced EMF E1 and E2, E1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ വൈൻഡിങ്ങിൽ ഉണ്ടായത്, ആൻഡ് E2 മീൻസ് സെക്കൻഡറി രണ്ടാമത്തെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടായത്, will be equal but will opposite in polarities, and hence they cancel each other and net voltage becomes 0. എന്താ പ്രത്യേകത? നമ്മൾ കണക്ട് ചെയ്തത് സീരീസിലല്ലായിരുന്നു, അതായത് ഒരു വൈൻഡിങ് കഴിഞ്ഞു അടുത്ത വൈൻഡിങ്ങിൽ ഇങ്ങനെ വെച്ചിട്ട് അല്ല കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത് E1 ആൻഡ് ഇവിടെ E2 ആണെങ്കിൽ we will be getting net output as E1 plus E2. But in this case we have provided എങ്ങനെ സീരീസ് ഓപ്പോസിഷനിലാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. thereby നമുക്കറിയാം one winding, after that next winding, then output. So ഇവിടെ ഇൻഡ്യൂസ് ചെയ്തത് E1, ഇവിടെ ഇൻഡ്യൂസ് ചെയ്തത് E2 ആണെങ്കിൽ the net output will be E1 minus E2. പിന്നെ നമ്മളൊരു കാര്യം കൺസ്ട്രക്ഷൻ ടൈമിൽ ഓൾറെഡി പറഞ്ഞു, രണ്ട് കോയിലും ഐഡന്റിക്കൽ ആണ്, സെയിം ആണ്. സോ E1 ഉണ്ടായ അതേ EMF തന്നെയായിരിക്കും E2 ഉണ്ടായിട്ടുണ്ടാവുക, രണ്ട് സെയിം ആയതുകൊണ്ട് തന്നെ. സോ E1 minus E2 means which will be equal to 0. അതാണ് ഈ ഒരു പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അടുത്ത സെന്റൻസ് എന്താ പറയുന്നത്? When the external applied force moved the core downwards, the induced voltage E2 in secondary coil S2 increased, but induced voltage in S1 is decreased in magnitude. They are still out of phase. അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ വ്യത്യാസങ്ങൾ വരുന്നതാണല്ലോ. സോ ഇതിന്റെ നമുക്ക് ആ ഫിഗറിൽ തന്നെ പറയാം എന്താ സംഭവിക്കുന്നതല്ല, വർക്കിംഗ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയാം. We have got two secondary coil 2 on S1 and S2. Here induced EMF will be E1 and also here induced EMF will be E2. Whenever the armature, ഇവിടെ നമുക്ക് പേര് കൊടുത്തിട്ടുള്ളത് ആർമേച്ചർ എന്ന് പറഞ്ഞാൽ that itself it's a core, അത് തന്നെയാണ് കോർ. Whenever the core is in the exact center position, what will happen? Induced EMF, net induced EMF will be E1 minus E2, which will be equal to 0, since both the windings are same and in opposite direction. അതുകൊണ്ട് net EMF എന്ന് പറയുന്നത് E1 minus E2, that will be equal to 0 itself. But whenever the armature of the coil is moved upward, ഇപ്പൊ മുകളിലോട്ടേക്ക് പോയി വിചാരിക്കാം, അതായത് നമ്മൾ എന്തോ ഡിസ്പ്ലേസ്മെന്റ് നടത്തിയെടുത്ത് ഈ ഡിസ്പ്ലേസ്മെന്റ് സെൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ആർമേച്ചറിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ആർമേച്ചർ ഗ്രാജുവലി അത് മുകളിലോട്ടേക്ക് പോയതായിരിക്കും. ഹിയർ വി ഹാവ് E1 ആൻഡ് ഹിയർ വി ഹാവ് E2 ഇൻഡ്യൂസ്ഡ് EMF ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ. ഹിയർ ഓൾവേസ് E1 വിൽ ബി E1-നായിരിക്കും കൂടുതലായിട്ട് ഇൻഡ്യൂസ് ആയിട്ടുണ്ടാവുക, E1 മൈനസ് E2. ദാറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0 ബിക്കോസ് എന്ത്, ഇവിടെ നമുക്ക് ആർമേച്ചറിന്റെ എക്സ്പോഷർ കുറവാണ് E2 എന്ന് പറഞ്ഞ പൊസിഷനിൽ. സോ E1-ൽ കിട്ടിയ അതേ EMF ആയിരിക്കില്ല E2-ൽ ജനറേറ്റർ ചെയ്തിട്ടുണ്ടാവുക. സോ ദെയർബൈ എന്തെങ്കിലും ഒരു വ്യത്യാസം നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള പൊസിഷനിലായിരിക്കും വന്ന് നിൽക്കുന്നുണ്ടാവുക. നേരെ മറിച്ച് അടുത്ത പൊസിഷൻ എടുത്ത് നോക്കൂ, ആർമേച്ചർ ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ഡൗൺവേർഡ്സ്. സോ ഹിയർ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി E1 ആൻഡ് ഓൾസോ ഹിയർ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി E2. ഓക്കെ, അത് ഫസ്റ്റത്തെ E1 E2 ആയിട്ട് കമ്പയർ ചെയ്യരുത്. ഹിയർ E1 വിൽ ബി മിനിമം അല്ലേ, ബിക്കോസ് നമുക്ക് അവിടെ ആർമേച്ചർ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനറേറ്റഡ് EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവായിരിക്കാം. സോ നെറ്റ് EMF വിൽ ബി E2 മൈനസ് E1, ദാറ്റ് ഓൾസോ ഡസ് നോട്ട് ഈക്വൽ ടു 0. എല്ലാത്തിനും നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടാൻ തുടങ്ങും. EMF നോട്ട് ഈക്വൽ ടു 0 മീൻസ് there we can obtain a voltage output, and corresponding how much voltage output we are obtaining,
we will be calibrating this output with a standard device and a meter reading will be provided. നമുക്കൊരു വോൾട്ട് മീറ്ററിൻ്റെ അകത്ത് ഈ ഓരോ ഒന്നുമില്ലാത്ത സമയം 0 ആയിരിക്കും. ഓക്കെ, ഇഫ് അറ്റ് ഓൾ ദർ ഇസ് എനി ചേഞ്ച് ദർ വി വിൽ ഒബ്റ്റെയിൻ. ഇപ്പോൾ ഒരു 2 mm ആണ് നമ്മൾ ആർമേച്ചർ മൂവ് ചെയ്തത്. സോ 2 mm ആർമേച്ചർ മൂവ് ചെയ്തെടുത്ത് I will be obtaining a particular V out. Let us consider it as 50 volt on. Okay, so 50 volt ലേക്ക് ഇതിന്റെ നീഡിൽ പോകും. അതേപോലെ തന്നെ ഇതിപ്പോ ഒരു 4 mm ആണ് മൂവ് ചെയ്തതായിരിക്കും. 4 mm let us consider that as 100 volt. So the needle will be heading towards 100 volt position. അപ്പോൾ corresponding this 100 volt നമ്മൾ ഇതിനെ ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 0 to 50 എന്ന് പറയുന്ന സ്ഥലം എത്തുമ്പോഴേക്ക് നമ്മൾ പറയും അതൊരു 100 mm ആയിരുന്നു മൂവ്. 100 mm മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 50 വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്കിൽ the movement or displacement will be 100 millimeter. In case it is 100 volt we are obtaining, that time we will say the displacement is 200 millimeter. Okay, that we will be obtaining from the device output. ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ we will be making it possible to read out our net output. എത്രയാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് അത് നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക at the end of the procedure. സോ ഇതാണ് ബേസിക്കലി നമ്മളുടെ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ അഥവാ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പൊ നമ്മൾ ചെയ്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. വി ഹാവ് മൂവ്ഡ് ദിസ് ആർമേച്ചർ ടുവേർഡ്സ് ലെഫ്റ്റ് ഓർ റൈറ്റ്, സോറി ടോപ്പ് ഓർ ബോട്ടം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. But the output which we are obtaining is an electrical quantity in terms of voltage. So this is primarily a LVDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ primarily a transducer തന്നെയാണ്. So that's why I have already mentioned that this can be also read as linear variable differential transducer also. Text bookന്റെ അകത്ത് രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഒന്നിക്കൽ മേ ബി സംടൈംസ് ഇറ്റ് മേ ബി ട്രാൻസ്ഫോമർ ഓർ സംടൈംസ് ഇറ്റ് മേ ബി ട്രാൻസ്ഡ്യൂസർ. അപ്പൊ ഇത് ഒരു മോഷൻ സെൻസിങ് ഡിവൈസ് ആണ്. അതായത് നമ്മളെ ആർമേച്ചർ, നമ്മൾ കണക്ട് ചെയ്ത ആർമേച്ചർ എങ്ങോട്ടെങ്കിലും ചെറുതായിട്ട് മൂവ് ചെയ്തെങ്കിൽ എത്രത്തോളം അത് മൂവ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മളുടെ LVDT എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നെറ്റ് EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് കേസിൽ സെന്റർ പോയിന്റ് വരുമ്പോൾ നെറ്റ് EMF E will be equal to E1 minus E2. Since E1 equal to E2, E will be net EMF will be 0. സോ അത് പ്രൈമറി സംഭവം. ഇവിടെ ആർമേച്ചർ കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ E1 will be higher than E2. സോ E1 is greater than E2 എന്ന് പറഞ്ഞു. നേരെ മറിച്ച് അത് താഴത്തേക്ക് വരുന്ന സമയത്ത് we will be obtaining E2 എന്ന് വെച്ചാൽ ഇവിടെ ഈ ഭാഗമായിരിക്കും greater than E1. So it varies accordingly. നമ്മളെ സംഭവങ്ങൾ കഴിഞ്ഞു. അഞ്ചാമത്തെ വണ്ടിയുള്ള ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എല്ലാവരും. മറ്റേതൊക്കെ നമ്മളെ സമയം തീരാറാവും. ഏതായാലും കുറച്ച് സമയം ഒന്ന് വായിച്ചു നോക്കി സാധനം എന്താ. നേരത്തെ ഞാൻ പറഞ്ഞ ഫിഗറും ഇതും ഒക്കെ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അതായത് നമ്മളുടെ ഫിഗർ ഞാനിപ്പം വരക്കുകയാണെങ്കിൽ
We are having primary coil here, and there are two secondary coils connected in such a way that they are series opposition. Okay, here the coil is S1 and here the coil is S2. In S1 we have induced EMF E1. In S2 we have induced EMF E2. Then we have got a core. Okay, I am placing my core over center portion. ഇതാണ് നമ്മളുടെ core എന്ന് വിചാരിക്കുക. ആദ്യം ഇനീഷ്യലി we are placing it in a center. അപ്പോൾ ആ സമയത്ത് നമുക്ക് E1 E2 0 ആയിരിക്കും. നെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ ഫിഗറിനെ ബേസ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാകണ്ടോ? എന്നിട്ട് നമുക്ക് അറ്റൻഡൻസ് എടുത്ത് പിരിയാം. അവിടെ എല്ലാ ടേംസും ഇവിടെ ഉണ്ട്. E1 എന്താ, E2 എന്താ, S1 എന്താ, S2 എന്താ, എല്ലാ ടേംസും ഞാൻ ഈ ഫിഗറിൽ ഇട്ടിട്ടുണ്ട്. സോ അതിൽ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അറ്റൻഡൻസ് എടുത്തിട്ട് പോവാം.